കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA എക്കണോമിക്സുകാരുടെ 5th സെം സബ്ജക്റ്റായ ഫിസിക്കൽ എക്കണോമിക്സിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് നോക്കാം. ഒരു രാജ്യത്തെ ഗവൺമെന്റ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കും വെൽഫെയറിനും അഥവാ ക്ഷേമത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പണമാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പണം. ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വെൽഫെയർ സ്കീംസ് ആയിട്ടുള്ള പെൻഷൻ, സബ്സിഡി തുടങ്ങിയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതായിട്ട് കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൂളാണ് കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പ്രൊഫസർ ഷിറസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ പ്രധാനമായിട്ടും 4 കാനൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കാനൻ ഓഫ് ബെനിഫിറ്റ്. ഇതിൽ പ്രൊഫസർ ഷിറസ് പറയുന്നത് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിൽ ആയിരിക്കണം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ അല്ലാതെ സൊസൈറ്റിയിൽ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ആയിരിക്കണം ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യേണ്ടത്. അതായത് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജും വെൽഫെയറും ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ് കാനൻ ഓഫ് ബെനിഫിറ്റിൽ പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് കാനൻ ഓഫ് എക്കോണമി. ഒരു എക്കണോമിയിൽ ആവശ്യത്തിനനുസരിച്ചായിരിക്കണം ഗവൺമെന്റ് പണം സ്പെൻഡ് ചെയ്യേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ പണം ദുരുപയോഗം ചെയ്യരുത് എന്നാണ് കാനൻ ഓഫ് എക്കോണമിയിൽ പറയുന്നത്. ഇനി അടുത്തതാണ് കാനൻ ഓഫ് സാങ്ഷൻ. പബ്ലിക് അതോറിറ്റിയുടെ സാങ്ഷൻ ഇല്ലാതെ, അനുമതിയില്ലാതെ ഗവൺമെന്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് കാനൻ ഓഫ് സാങ്ഷനിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് കാനൻ ഓഫ് സർപ്ലസ്. ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത് ഡെഫിസിറ്റ് ഒഴിവാക്കി സർപ്ലസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കുന്നതുമാണ്. സർപ്ലസ് എന്ന് വെച്ചാൽ റവന്യൂ കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവായിരിക്കുന്നതുമാണ്. സോ ഈ ഡെഫിസിറ്റ് ഒഴിവാക്കിയിട്ട് സർപ്ലസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ കടം വാങ്ങാതിരിക്കാൻ ശ്രമിക്കണമെന്നും, ഇനി അഥവാ കടം ഗവൺമെന്റ് വാങ്ങിയാൽ തന്നെ ഇൻട്രസ്റ്റോട് കൂടിയ ടോട്ടൽ എമൗണ്ട് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം ഗവൺമെന്റിന്റെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നുമാണ് കാനൻ ഓഫ് സർപ്ലസിൽ പറയുന്നത്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങി അത് തിരിച്ചടയ്ക്കാനുള്ള ഡേറ്റ് ആകുമ്പോൾ ഒറ്റയടിക്ക് ടോട്ടൽ എമൗണ്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഗവൺമെന്റിന് ബുദ്ധിമുട്ടായിരിക്കും. അതിനു പകരം വാങ്ങിയതു മുതൽ അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് ആയിട്ട് കൃത്യമായി മാറ്റി വെക്കുന്നതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.